പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസ് ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുള്ള സർക്കാർ പദ്ധതികളും അവയുടെ നിർവഹണവും ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നടത്തുന്നത്, പദ്ധതി നിർവഹണം ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ പദ്ധതി നമ്മൾ എല്ലാവരും കേട്ടതായിരിക്കും, ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പുഴകൾ, മലിനീകരിക്കപ്പെട്ട പുഴകളുടെ പുനരുജ്ജീവനം, അതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിത കേരളം മിഷനാണ്. അതേസമയം മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന പദ്ധതിയുടെ നിർവഹണം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്ന പദ്ധതി നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ്. അപ്പോൾ നവകേരളം എന്ന് പറയുന്ന ഒരു പേരുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രതീക്ഷിക്കാം? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അത് നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർവഹണത്തിലുള്ള പദ്ധതിയാണ്. അടുത്തതായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അതിവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായി വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. അടുത്തത് ലൈഫ് മിഷനാണ്. ലിവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് ഈ പദ്ധതിയുടെ പൂർണ്ണരൂപം. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായിട്ടുള്ള പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ ലക്ഷ്യം. അതായത് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി കൂടിയാണിത്. അടുത്തത് തീരമൈത്രിയാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി വനിതകളാണ്. അവർക്ക് സംരംഭകത്വ പദ്ധതിയാണ് തീരമൈത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൈവല്യാണ്. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് വിദ്യാവാഹിനിയാണ്. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് ജനനീ ജന്മരക്ഷയാണ്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനീ ജന്മരക്ഷ. പ്രതിഭാ തീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായിട്ടുള്ള ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു, പ്രതിഭാതീരം, ജനനീ ജന്മരക്ഷ നമുക്ക് അടുത്ത എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. വിദ്യാവാഹിനി, കൈവല്യ, തീരമൈത്രി, ലൈഫ് മിഷൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയാണ് 5ാം ക്ലാസ്സിലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ.